ക്നായിത്തൊമ്മൻ ഓർമ്മദിനം മാർച്ച് 22, 2026. ക്നാനായ സമുദായത്തിന്റെ കുലപതിയും പിതാമഹനുമായ ക്നായിത്തൊമ്മന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ തൊമ്മൻ ആൻഡ് സൺസിന്റെ പ്രണാമം. ചരിത്രത്തിന്റെ താളുകൾ തിരഞ്ഞു നോക്കുമ്പോൾ AD 345 മെസപ്പൊട്ടോമിയയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് ക്നായിത്തൊമ്മന്റെ നേതൃത്വത്തിൽ 3 കപ്പലുകളിലായി നടന്ന ഐതിഹാസിക കുടിയേറ്റം കേരളത്തിന്റെ സാമൂഹ്യ മതചരിത്രത്തിലെ നിർണായക അധ്യായമായി നിലകൊള്ളുന്നു. വ്യാപാര പ്രമുഖനായിരുന്ന ക്നായിത്തൊമ്മൻ വിശ്വാസത്തെയും പാരമ്പര്യത്തെയും മുറുകെ പിടിച്ച ഒരു സമൂഹത്തെ ദക്ഷിണേന്ത്യയുടെ തീരങ്ങളിലേക്ക് നയിച്ച നേതാവായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്രഹാമിലൂടെ ആരംഭിച്ച് മോശയിലൂടെ സ്വാതന്ത്ര്യം നേടിയ യഹൂദ ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ ആത്മീയ തുടർച്ചയായി ക്നാനായ സമൂഹം വളർന്നു. ദാവീദ് രാജാവിന്റെയും സോളമന്റെയും കാലഘട്ടങ്ങളിലൂടെ ശക്തിയും സമൃദ്ധിയും നേടിയ ഈ സമൂഹം യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വളർന്നു. പൂർവികരിൽ നിന്ന് പാരമ്പര്യമായി കൈമാറിയ സ്വവംശ വിവാഹനിഷ്ഠ എൻഡോഗമി കർശനമായി പാലിച്ചുകൊണ്ടാണ് ഈ സമൂഹം തന്റെ സ്വത്വം കാത്തുസൂക്ഷിച്ചത്. കാലക്രമേണ ചരിത്രത്തിന്റെ തിരമാലകൾ പല മാറ്റങ്ങളും കൊണ്ടുവന്നു. 1524 കൊച്ചി രാജാവും കോഴിക്കോട് സാമൂതിരിയും തമ്മിലുണ്ടായ യുദ്ധം ക്നാനായ സമുദായത്തെ തെക്കൻ കേരളത്തിലേക്ക് കുടിയേറാൻ നിർബന്ധിതരാക്കി. കൊടുങ്ങല്ലൂരിലെ സെന്റ് തോമസ് ദേവാലയം തകർക്കപ്പെട്ടതോടെ പൂർവികരുടെ സ്മരണകളുമായി അവർ സ്വന്തം സ്വത്തുവകകൾ ഉപേക്ഷിച്ച് തെക്കോട്ടു നീങ്ങി. അന്നുണ്ടായ കപ്പൽ ദുരന്തത്തിൽ സഹോദരങ്ങൾ കടലിൽ മുങ്ങിപ്പോയതിന്റെ സ്മരണയായി കടുത്തുരുത്തി പടിഞ്ഞാറേ കുരിശിന്റെ ചുവട്ടിൽ ഇന്നും പുറത്ത് നമസ്കാരം ആചരിക്കപ്പെടുന്നു. 1599 പോർച്ചുഗീസ് അധിനിവേശം ക്നാനായ സമൂഹത്തെ കത്തോലിക്ക സഭയുടെ അധികാര പരിധിയിലേക്ക് കൊണ്ടുവന്നു. തുടർന്ന് 1653 കൂനൻ കുരിശ് സത്യത്തോടെ വിഭജനങ്ങൾ ഉണ്ടായെങ്കിലും സിറിയൻ ഓർത്തഡോക്സ് അഥവാ ക്നാനായ യാക്കോബായ സഭയിൽ ക്നായിത്തൊമ്മനെ വിശുദ്ധനായി വണങ്ങുന്ന പാരമ്പര്യം തുടരുന്നു. സ്വത്വബോധത്തിലും പാരമ്പര്യനിഷ്ഠയിലും ഉറച്ചുനിന്ന ക്നാനായ സമൂഹം ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചു വളർന്നു. രാജ്യങ്ങളും ഭൂഖണ്ഡങ്ങളും കടന്നുപോയ ഈ സമൂഹം തന്റെ ഐക്യത്തെയും പാരമ്പര്യത്തെയും അടിസ്ഥാനമാക്കി ആഗോള തലത്തിൽ ശക്തമായ സാന്നിധ്യമായി മാറിയിരിക്കുന്നു. ഇത്തരം പാരമ്പര്യ ബോധത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മണ്ണിൽ ക്നായിത്തൊമ്മന്റെ ഓർമ്മ ദിനാചരണവും അദ്ദേഹത്തിന്റെ തിരുസ്വരൂപ സ്ഥാപനവും നടത്തപ്പെട്ടത് ആഗോള ക്നാനായ സമൂഹത്തിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമായി. അത് ഒരു ചടങ്ങ് മാത്രമായിരുന്നില്ല, ഒരു സമുദായത്തിന്റെ ആത്മാഭിമാനവും ഐക്യവും പ്രഖ്യാപിച്ച ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു. കാലങ്ങളായി അനേകർ സ്വപ്നം കണ്ടെങ്കിലും സാധ്യമാകാതെ നിന്ന നിരവധി ശ്രമങ്ങൾക്കൊടുവിൽ ദൃഢനിശ്ചയവും അചഞ്ചല വിശ്വാസവും ഐക്യത്തിന്റെ ശക്തിയും ചേർന്നാണ് ആ സംരംഭം സാക്ഷാത്കരിക്കപ്പെട്ടത്. തുടർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ക്നാനായ സമൂഹങ്ങളും ഈ സംരംഭം ഏറ്റെടുത്ത് പല രാജ്യങ്ങളിലും ക്നായിത്തൊമ്മന്റെ തിരുസ്വരൂപങ്ങൾ സ്ഥാപിച്ചു. ഇന്നത് കോട്ടയം അതിരൂപതയുടെ കീഴിലുള്ള പ്രധാന ദേവാലയങ്ങളിലടക്കം നിരവധി ഇടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. കൈപ്പിഴ ഫെറോണ പള്ളിയുടെ കീഴിലുള്ള എല്ലാ ദേവാലയങ്ങളിലും ഇതിനോടകം തന്നെ പിതാമഹന്റെ തിരുസ്വരൂപം സ്ഥാപിക്കപ്പെട്ടത് മറ്റു ഫെറോണകൾക്കും പ്രചോദനമാകുന്നു. ഈ തിരുസ്വരൂപങ്ങൾ ഒരു പ്രതിമയിൽ ഒതുങ്ങുന്നവയല്ല. അത് ക്നാനായ സമൂഹത്തിന്റെ പാരമ്പര്യവും സ്വത്വബോധവും ഓർമ്മിപ്പിക്കുന്ന പ്രതീകങ്ങളാണ്. ഏത് സഭയുടെ ഭാഗമായാലും ക്നാനായ സമുദായാംഗങ്ങൾ സഭാതീതമായ ഒരു ഐക്യ സമൂഹമായി നിലകൊള്ളേണ്ടതിൻ്റെ ആവശ്യകതയും ഈ ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്നതിന് അൽമായ നേതാക്കൾ മുന്നോട്ട് വരുമ്പോൾ അവരിലൂടെ പിതാമഹന്റെ പിൻഗാമികൾ ഉണ്ടാകും.
മറവിയുടെ ഇരുളിൽ മങ്ങിപ്പോയിരുന്ന ക്നായിത്തൊമ്മന്റെ സ്മരണകൾക്ക് വീണ്ടും വെളിച്ചം പകരാൻ കഴിഞ്ഞതും അദ്ദേഹത്തിന്റെ തിരുസ്വരൂപങ്ങൾ ലോകമെമ്പാടുമുള്ള ജ്ഞാനായ സ്ഥാപനങ്ങളിലും ദേവാലയങ്ങളിലും സ്ഥാപിക്കപ്പെടുന്നതും ഈ സമൂഹത്തിന്റെ ആത്മബോധത്തിന്റെ അടയാളങ്ങളാണ്. ഈസ്റ്റർ വലിയ നോമ്പിന്റെ 5-ാം ഞായറാഴ്ചയായി ആചരിക്കുന്ന 2026 മാർച്ച് 22 ക്നായിത്തൊമ്മൻ ഓർമ്മ ദിനത്തിൽ ആ മഹാനായ പിതാമഹന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ തൊമ്മൻ ആൻഡ് സൺസിന്റെ പ്രണാമം.